18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ ലെജൻഡ്സ് ഒന്നിക്കാൻ പോവുകയാണ്. മെയ് 1-ാം തീയതി പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ മലയാള സിനിമ കാണാൻ പോകുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം ലെജൻഡ്സ് ഒന്നിക്കുന്നൊരു വലിയൊരു മൊമെന്റ് തന്നെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു ചാറ്റ് ഷോ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ നമ്മുടെ ലാലേട്ടനും മമ്മൂക്ക എല്ലാം കൂടിയാണ് ആ ചാറ്റ് ഷോ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് അതിൻ്റെ ഒരു ടീസർ ടൈപ്പ് ഒരു 2 വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫണ്ണി ടൈപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എല്ലാവരും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേമികൾ അതുപോലെ തന്നെ സിനിമാ പ്രേമികളൊക്കെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം നിങ്ങൾ ഹൈപ്പിലാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. ശരിക്കും പറഞ്ഞ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും ടീസർ കണ്ടപ്പോഴും ഒക്കെ വലിയൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലില്ല എന്ന് തന്നെ പറയാം. ബട്ട് സ്റ്റിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇതിന് സ്ക്രിപ്റ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈന് ഗംഭീരമായിരിക്കും. അത് എത്തരത്തിൽ അതിനെ പുൾ ഓഫ് ചെയ്ത് മഹേഷ് നാരായണൻ്റെ ഒരു ക്രാഫ്റ്റ് കാണിക്കാൻ പുള്ളിക്ക് പറ്റുമോ അവിടെ ഇരിക്കും ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഓൾറെഡി മമ്മൂക്ക പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റാഴ്സ്, ഒരു ലെജൻഡ്സ് ഒന്നിക്കുന്നൊരു സിനിമ എന്നുള്ള ഒരു സംഭവമല്ല. ഇതിൽ ആക്ടേഴ്സാണ് ശരിക്കും, ആ ഒരു കഥാപാത്രം ആയിട്ട് മാത്രമേ ഉള്ളൂ രണ്ടുപേരും. ആ ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ലെജൻഡ് എന്ന് പറയുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാര്യത്തിലാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ മെയ് 1-ന് ശേഷം നമുക്ക് പാട്രിയോട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്തായാലും നമുക്കിപ്പം റിലീസായിരിക്കുന്ന 2 വീഡിയോസ് നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. ഇതിൻ്റെ ചാറ്റ് ഷോ റിലീസാകാൻ പോകുന്നത് ഏപ്രിൽ 23-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക, നമ്മളും കാണുന്നതായിരിക്കും. നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അതിനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളത്. എത്തരത്തിൽ അതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് റിയാക്ട്. എന്തായാലും ഇപ്പം ഇത് കാണാം. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സ്ക്രീനിൽ ഒരുമിച്ച് കാണുന്നത് തന്നെ വേറൊരു ഫീലല്ലേ. കണ്ണാടി ഉണ്ടോ? അവരൊരുമിച്ച് എത്ര പടങ്ങളാണ് ഉദയകാലം തൊട്ടില്ലേ പടമുണ്ട്. ഹരികൃഷ്ണൻസ് ആഘോഷമുണ്ട്. എന്നാലൊരു 10-12 ഒന്നുകൂടെ കേസ് 30-40 അതിലൊക്കെ ഒരുപാട് മേളിലാണ്. ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത് ഈ കഴിഞ്ഞ ദിവസം പേട്രിയോട്ടിന് വേണ്ടി ഒരുമിച്ച് കൂടിയ പേട്രിയറ്റ് എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ വാസ് ഇറ്റ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ശരി, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, ഇവനും വരുന്നുണ്ടല്ലേ, സുഷിൻ ശ്യാമും ഒക്കെ വരുന്നുണ്ട്. നൈസ് നൈസ് നൈസ്. ഹാങ് ഔട്ട്, ലെജൻഡ്സ് ഹാങ് ഔട്ട്, സൂപ്പർ. ശരിക്കും എത്ര പടം ഒരു ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്? 100 സിനിമയാണ്. അവിടെ ഒരു കൗണ്ട് കേട്ടായിരുന്നു, 100-നടുത്തുണ്ട് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 100-നടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 60-ഓ 70-ഓ 100-ഓ 60 കാണത്തുള്ളൂ. 60-ഓ 70-ഓ ആയിരിക്കും, അതിൽ കൂടുതൽ കാണത്തില്ല. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഏണിക്കമ്മി. ഇതെപ്പോ എന്താ പ്രശ്നം? ചാക്കോച്ചൻ്റെയും ഫാദറിൻ്റെ ഒക്കെ കുറച്ച് കുറഞ്ഞ ട്രെയിലറിൽ 4 ഹീറോസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. 4 ഹീറോസ് ഇല്ലേ പടം? ശരിക്കും 4 ഹീറോസ് ഇല്ല. ഈ പടത്തിൽ 4 ഹീറോ, 2 ഹീറോസും. ചാക്കോച്ചാണ് ഹീറോ, അതാണ് ഹീറോ. സോങ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇതൊക്കെ അറിയപ്പെടുത്തി മമ്മൂട്ടിയ മോഹൻലാലോ? ഇങ്ങനെയാണ് ചാറ്റ് ഷോ പോകാൻ പോകുന്നത്. സ്ക്രിപ്റ്റഡ് പോലെ കുറച്ച് ഭാഗത്ത് തോന്നി, ബട്ട് ഇത് എങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നൈസായിരിക്കും. ഇതിൻ്റെ ഐഡിയ മൊത്തം മറ്റേ ആ പുള്ളിയുടെ ആയിരിക്കും, നമ്മുടെ സാറിൻ്റെ ആയിരിക്കും, പ്രകാശ് വർമ്മ സാറിൻ്റെ ഐഡിയ ആവാനാണ് സാധ്യത. കാരണം ഈ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഒരുപാട് റീച്ച് ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് ഹുക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കൊണ്ടുവന്ന് വെച്ച്
പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഐഡിയയും പുള്ളിയുടെ കയ്യിലുണ്ടായിരിക്കും. മേ ബി പുള്ളി തന്നെ ആവാം ഇതിൻ്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്, ഈ ചാറ്റ് ഷോയുടെ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത്. എന്തായാലും ലെറ്റ്സ് സീ, നമുക്ക് 23-ാം തീയതി എന്തായാലും ഈ ചാറ്റ് ഷോ കാണാം. കണ്ടിട്ട് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം എങ്ങനെ ഇതിനെ നമുക്ക് ഷൂട്ട് ചെയ്ത് ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഏപ്രിൽ 23-ാം തീയതി ഇതിൻ്റെ ചാറ്റ് ഷോ റിലീസാകുന്നു. അതുപോലെ തന്നെ മെയ് 1-ാം തീയതി ഇതിൻ്റെ പടം റിലീസാകുന്നു. എന്തായാലും രണ്ടും ഗംഭീരമായി മാറട്ടെ. പടം അതിലും ഗംഭീരമായി ഒരു വമ്പൻ വിജയമായി മാറട്ടെ. മലയാളം ഇൻഡസ്ട്രി കണ്ടതിലെ ഏറ്റവും വലിയൊരു വിജയമായി മാറട്ടെ. ഗംഭീര ചിത്രവുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. എനിക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്തിട്ട് ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.